ഹലോ, വെൽക്കം ടു ടാരോ വിത്ത് അനല. ഇന്ന് നമ്മളുടെ ഒരു പുതിയ റീഡിംഗ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഈ സമയം നിങ്ങൾ അറിയണം എന്ന് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ്, നിങ്ങളുടെ കാവൽ മാലാഖകൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങളെ അറിയിക്കാൻ അവർ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത്. ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. യെസ്സും നോവുമാണ് ഉള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നവുമായിട്ട് നിങ്ങളിതിനെ കണക്ട് ചെയ്യേണ്ട. ജസ്റ്റ് ഏത് വാക്കിനോടാണ് നിങ്ങൾക്കൊരു അടുപ്പം തോന്നുന്നത് എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വേണ്ടത് യെസ് ആണോ നോ ആണോ എന്നുള്ളതല്ല. ജസ്റ്റ് യെസ് ആൻഡ് നോ, ഇതിലേതിനോടാണ് നിങ്ങൾക്ക് ഒരു അടുപ്പം തോന്നുന്നത്. നമ്മുടെ പൈൽ സെലക്ഷൻ മാത്രമാണ് കേട്ടോ. ഓക്കെ, റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോ റീഡിങ്ങിനൊപ്പം നമ്മൾ റേക്കി ഹീലിംഗ്, ഓറ റീഡിംഗ്, ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ്സ് എന്നീ സൗകര്യങ്ങൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ DM ചെയ്യുക, നമുക്ക് സംസാരിക്കാം. നമ്മൾ പൈൽ നമ്പർ 1ൻ്റെ റീഡിങ്ങിലേക്ക് പോവുകയാണ്. യെസ് എന്നുള്ള കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡാണ്. നമ്മൾ 5 കാർഡ്സാണ് പുൾ ചെയ്യുന്നത്. യുവർ കറന്റ് എനർജി, what you need to release now, what you need to embrace now, what blessings are coming to you. ഫൈനൽ കാർഡ് നമ്മൾ ഏഞ്ചൽ കാർഡ് ആണ് നമ്മൾ എടുക്കുന്നത്. ഏഞ്ചൽ അഡ്വൈസ്, നിങ്ങൾക്ക് തരാനുള്ള അഡ്വൈസ് എന്താണെന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോൾ റിവീൽ ചെയ്യില്ല. റീഡിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അത് എടുക്കുക. ഓക്കെ, നമ്മുടെ ഫൈനൽ കാർഡാണ്. റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ കറണ്ട് എനർജി എന്ന് പറയുന്നത് 2 ഓഫ് സ്വാർഡ്സ് ആണ്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊരു അനാലിസിസ് പാരാലിസിസ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. 2 ചോയ്സസ് വന്നിട്ടുണ്ടാവാം, 2ഓ അതിലധികമോ ചോയ്സസ് വന്നിട്ടുണ്ടാവാം. നിങ്ങൾക്കറിയില്ല അതിലേത് തീരുമാനിക്കണം, ഏത് വേണം, ഏത് ചൂസ് ചെയ്താലായിരിക്കും നല്ലത് എന്നുള്ളതാണ്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. ഒരു ആക്ഷനും എടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല. ഒരു ആലോചന അത്ര തന്നെ നടക്കുന്നുള്ളൂ. ഒരു വല്ലാതെ വരിഞ്ഞ് കെട്ടിയിടപ്പെട്ട ഒരവസ്ഥ, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളെ ഇപ്പോൾ ഞാൻ ഇവിടെ കാണുന്നത്. ഒരുപാട് ഇമോഷൻസാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതേസമയം നിങ്ങൾക്ക് ലോജിക്കലായിട്ട് ചിന്തിച്ച് ശരിയായ തീരുമാനം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ശക്തമായ എന്തൊക്കെയോ ചില കൺഫ്യൂഷനുകൾ നിങ്ങളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ എന്താണ് റിലീസ് ചെയ്യേണ്ടത്? ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്തിനോടാണോ കൂടുതൽ അമിതമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ റിലീസ് ചെയ്യുക. അമിതമായ പ്രതീക്ഷകൾ, അറ്റാച്ച്മെൻറ്റ് ഉള്ളതാണ് നിങ്ങളിപ്പോൾ റിലീസ് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫാമിലിയുടെ ഭാഗത്തു നിന്നായിരിക്കാം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ കുട്ടികളുടെ ഭാഗത്തു നിന്നായിരിക്കാം. വളരെയധികം കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചു, ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫുൾഫിൽ ആയില്ല. നിങ്ങൾ ആഗ്രഹിച്ച പോലെയല്ല കാര്യങ്ങൾ നടന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്നുള്ള ആ ഒരു വാശി തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുക. എല്ലാവരും ജീവിക്കുന്നത് അവരവരുടെ ജീവിതമാണ്. നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു സ്ഥാനമുണ്ട് എന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ലൈഫ് അവർക്ക് വേണ്ടി ജീവിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, അതിൻ്റെ ആവശ്യവുമില്ല. സോ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കുറച്ചൊന്ന് കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു ഏഞ്ചൽ ഗൈഡൻസ് ആയിട്ട് ഇവിടെ പറയാനുള്ളത്. ഇനി നിങ്ങൾ ഏത് എനർജിയിലേക്കാണ് വരേണ്ടത് എന്ന് നോക്കാം. സ്റ്റാർ കാർഡിൻ്റെ എനർജിയിലേക്കാണ് നിങ്ങൾ വരേണ്ടത്. അതായത് ഈ അടുത്ത സമയത്ത് നിങ്ങൾക്ക് എന്തോ വലിയൊരു ഷോക്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം, ഒരു പക്ഷേ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. വലിയൊരു ഷോക്ക് നിങ്ങൾക്ക് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്നും നിങ്ങൾ പതുക്കെ റിക്കവറായിട്ട് വരണം എന്നുള്ളതാണ്. ആ ഒരു ഫേസ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കഴിഞ്ഞു പോയി. നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. അത് നിങ്ങൾക്ക് ആദ്യം വളരെ ഷോക്കായിരുന്നു. പക്ഷേ നിങ്ങൾ ആ ഒരു ഫേസ് കടന്നു വരികയാണ്. നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. ആ ഒരു ഷോക്ക് താങ്ങാനുള്ള ശക്തി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും സങ്കടം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാനുള്ള മാനസികമായ ശക്തി നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഈ സ്റ്റാർ കാർഡ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. ലൈഫ് നിങ്ങളുടെ അവസാനിച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ലൈഫ് ബാക്കിയുണ്ട്. പ്രതീക്ഷകൾ ഇപ്പോഴുമുണ്ട്. ഈ സ്റ്റാർ കാർഡ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയുടെ കാർഡാണ്, പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. അവസാനിച്ചു പോയതൊന്നും നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ളതായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അതിനേക്കാളും വലിയ എന്തൊക്കെയോ പ്ലാൻസ് നമ്മുടെ യൂണിവേഴ്സിന് നമ്മളുടെ മേൽ ഉണ്ട്
എന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റാർ കാർഡിൻ്റെ എനർജിയിലേക്ക്, ഒരു പുതിയ ഹോപ്പിലേക്ക്, പ്രതീക്ഷയിലേക്ക് തിരിച്ചു വരിക നിങ്ങൾ. ഇനി എന്ത് ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് വരാൻ പോകുന്നത്? ഇതുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. 8 ഓഫ് കപ്സ് ആണ്. ഈ കുറച്ച് നാൾ മുമ്പുണ്ടായ ആ ഒരു വേദന എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനുള്ള ശക്തിയാണ് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. പെയിൻ ഉണ്ട്, പക്ഷേ നിങ്ങളിവിടെ തളർന്നു വീഴുന്നില്ല എന്നുള്ളതാണ്. എവിടെ നിന്നൊക്കെയോ സംഭരിച്ച ശക്തി നിങ്ങൾക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ ആളുടെ വസ്ത്രം ശ്രദ്ധിച്ചോ, ചുവന്ന കളറാണ്. അത് പാഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയും മുന്നോട്ട് പോകാനുള്ള എനർജി നിങ്ങളിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. ഇയാളുടെ ബൂട്ടും ഡ്രസ്സും എന്താണ്, ചുവന്ന നിറമാണ്. അത് പാഷൻ, നിങ്ങൾക്ക് എനർജി ഉണ്ട് ഇപ്പോഴും. ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ വേദനകളിലാണ് നിങ്ങളെങ്കിലും, കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം ശരിയായ സമയത്ത് എടുത്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ ഏഞ്ചൽ ഗൈഡൻസ്, ഏഞ്ചൽ അഡ്വൈസ് കാർഡ് എന്താണെന്ന് നോക്കാം. അബണ്ടൻസ്, ബ്യൂട്ടിഫുൾ കാർഡ്. ഈ ഒരു മാറ്റത്തിന് ശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നത് അബണ്ടൻസ് ആണ്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ അബണ്ടൻസ് ആവാം, ഇനി അത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ മാനസികമായിട്ടുള്ള സന്തോഷം, ഒരു സ്ഥിരത, സമാധാനം, അതിൻ്റെയൊക്കെ അബണ്ടൻസ് എന്ന് വെച്ചാൽ സമൃദ്ധി എന്നാണല്ലോ. മനസ്സമാധാനത്തിൽ നമുക്ക് സമൃദ്ധി ഉണ്ടാവാം. മെറ്റീരിയൽസ്, നമ്മൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കുന്നതിൽ അബണ്ടൻസ് ഉണ്ടാവാം. എങ്ങനെ ഏത് രീതിയിലും ഡെഫിനറ്റ്ലി ഇതൊരു പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു മാറ്റത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് അബണ്ടൻസ് ആണ്, സമൃദ്ധിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. ഇപ്പോഴത്തെ ഉള്ള വേദനകൾ മാറി നിങ്ങൾ ഒരു പുതിയ ഹോപ്പിലേക്ക്, ഒരു പ്രതീക്ഷയിലേക്ക്, ലൈഫിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി നിങ്ങൾ മുന്നോട്ട് നീങ്ങിപ്പോകും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഐ എം ഹാപ്പി ഫോർ യു. ലൈഫിൽ ഒരു ചെറിയ ലൈറ്റെങ്കിലും ഈ റീഡിംഗ് കൊണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ഏഞ്ചൽ കാർഡുകളിൽ നോ സെലക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള റീഡിംഗ് ആണ്. ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് ടെൻഷനെല്ലാം വിട്ടിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. എന്ത് തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിലൊക്കെ ഒരു നന്മ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആ നന്മ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഡീപ്പ് ബ്രെത്ത് എടുക്കുക, റിലാക്സ് ചെയ്യുക. നമ്മൾ 5 കാർഡ്സ് എടുക്കുകയാണ്. ഏഞ്ചൽസ് നമ്മളോട് എന്താണ് പറയുന്നത് നോക്കാം. എനർജി, വാട്ട് യു നീഡ് ടു റിലീസ്, വാട്ട് യു നീഡ് ടു എംബ്രേസ്, വാട്ട് ബ്ലെസ്സിങ്സ് ആർ കമ്മിങ്. ലാസ്റ്റ് കാർഡ് നമ്മൾ ഏഞ്ചൽ ഗൈഡൻസ് കാർഡുകളാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഇപ്പോൾ റിവീൽ ചെയ്യില്ല. റീഡിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഏഞ്ചൽസിന് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്നത് നോക്കുന്നത്. നമ്മുടെ കറണ്ട് എനർജി ഹൈറഫൻ്റ് ആണ്. നമ്മളുടെ കറണ്ട് എനർജി ആയിട്ട് വന്നിട്ടുള്ളത് ഹൈറഫൻ കാർഡാണ്. അതായത് നിങ്ങളെപ്പോഴും സിസ്റ്റം ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുന്നേ പോയിട്ടുള്ള ആളുകൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഒരു പാരമ്പര്യം, സമ്പ്രദായം, നോളജ് എന്നൊക്കെയാണ്. നിങ്ങളിതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു പുതിയ കോഴ്സ് പഠിക്കാനായിട്ട് ആലോചിക്കുകയാണ്. എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്തത് മുന്നോട്ട് എന്ത് വേണം, ജോലിക്ക് പോകണോ അതോ മറ്റൊരു കോഴ്സ് ചെയ്യണോ എന്നൊക്കെ ആലോചിക്കുകയാണെങ്കിൽ ഇതിൽ ചോയ്സ് നിങ്ങൾക്ക് എടുക്കാമെന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് പാരമ്പര്യത്തിൻ്റെ വഴിയെ പോകാം. നിങ്ങളൊരു പക്ഷേ അതായിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണോ അത് തന്നെ ചെയ്യാനായിരിക്കാം നിങ്ങൾ ആലോചിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓക്കെ. ഇവിടെ നിങ്ങൾ റിലീസ് ചെയ്യേണ്ട എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് സ്വോർഡ്സ് ആണ്. നിങ്ങൾ ഓവർ തിങ്കിങ് ഒഴിവാക്കുക. ഇതുവരെ നടന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇനി മുന്നോട്ട് എങ്ങനെയാകും, ഒരിക്കലും എനിക്ക് സംഭവിച്ച പരാജയങ്ങൾ വീണ്ടും സംഭവിക്കുമോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള കൺഫ്യൂഷനുണ്ട് നിങ്ങൾക്ക്. ആ എനർജി റിലീസ് ചെയ്യുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിൽ കൂടെ തന്നെ പോകണം, ഞാൻ തന്നെ എല്ലാം സൂപ്പർവൈസ് ചെയ്യണം, എന്നാലേ ശരിയാകുള്ളൂ, അങ്ങനത്തെയൊക്കെ തോന്നലൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വിട്ടുകളയുക. കാരണം അവിടെ ഓൾറെഡി ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലൂടെ കാര്യങ്ങൾ പൊയ്ക്കൊള്ളും. എല്ലാത്തിലും എൻ്റെ കയ്യിൽ ചെന്നാലേ ശരിയാകുള്ളൂ എന്നൊരു തോട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയാം. കൺട്രോൾ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ റിലീസ് ചെയ്യാം. പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇവിടെ നമ്മൾ പുതിയൊരു പാഷനാണ് കാണിക്കുന്നത്. ഈ ഏസ് ഓഫ് വാൻസ് കാണിക്കുന്നത് ഒരു പുതിയ പാഷനാണ്. നിങ്ങളിലേക്കത് വരുന്നുണ്ട്, നിങ്ങൾക്കത് സ്വീകരിക്കാം. ഇനി നമുക്ക് എന്താണ് ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നത് നോക്കാം. ബ്യൂട്ടിഫുൾ എനർജി അഗെയിൻ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഗ്രൗണ്ടഡ് ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു പുതിയ ഇൻകം, ഒരു സൈഡ് ഇൻകം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ആലോചന വന്നേക്കാം.
ഇവിടെ ഒരു ഏസ് ഓഫ് വാൻസും വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ ഒരു വരുമാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള, വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴിയാക്കി എടുക്കാനുള്ള ഒരു പദ്ധതി, ഒരു പ്ലാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. വളരെ സട്ടിലായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള എനർജിയാണ്. നമുക്ക് നമ്മളുടെ ഏഞ്ചൽ ഗൈഡൻസ് കാർഡ്, ഏഞ്ചൽസ് എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം. ഇറ്റ്സ് അപ് ടു യു. നോക്കൂ, നമ്മളിവിടെ ഏസ് ഓഫ് വോൺസ്, പുതിയ ഐഡിയ വരുന്നുണ്ട് എന്ന് പറഞ്ഞു, വരുമാനത്തിനുള്ള പുതിയൊരു മാർഗം വരുന്നുണ്ട് എന്ന് പറഞ്ഞു, സിസ്റ്റം ഫോളോ ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ കാര്യങ്ങളെ സിസ്റ്റത്തിൻ്റെ വഴിക്ക് വിടുക, എന്താണോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അത് സംഭവിക്കാനായിട്ട് അനുവദിക്കുക, ഓവർ തിങ്കിങ് ഒഴിവാക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏഞ്ചലിൻ്റെ ഗൈഡൻസ് നോക്കൂ, ഇറ്റ്സ് അപ് ടു യു. അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതായത് ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ മുന്നിലുള്ള ഈ സിറ്റുവേഷൻ നിങ്ങളുടെ കയ്യിലാണ്. തീരുമാനം എന്തുമാകാം, എന്തും നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് മൂന്നും നമുക്ക് മൈനർ അർക്കാന കാർഡ്സാണ്. അതായത് കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ ആൻഡ് സട്ടിൽ എനർജി. സോ നിങ്ങളുടെ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഈ റീഡിംഗ് വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.